എല്ലാ അമ്മമാരുടെയും ഒരു സംശയമാണ് കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായം മുതൽ മുട്ട കൊടുത്തു തുടങ്ങാം. സാധാരണയായി നമ്മൾ 6 മാസം മുതലാണല്ലോ കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുന്നത്. ആദ്യത്തെ ഒരു 1-2 ആഴ്ച റാഗിപ്പുല്ലും അതുപോലുള്ള ചെറിയ ചെറിയ കുറുക്കുകളെല്ലാം ട്രൈ ചെയ്തതിന് ശേഷം ഒരു 7ാമത്തെ മാസത്തോടു കൂടി മുട്ട കൊടുത്തു തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. മുട്ട കൊടുക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞക്കരു വേണം ആദ്യം കൊടുക്കുവാൻ. മുട്ടയുടെ വെള്ളയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് അത് അലർജി ഉണ്ടാക്കാറുണ്ട്. മുട്ടയുടെ മഞ്ഞയുടെ പകുതി പോർഷൻ മാത്രം ആദ്യം കൊടുക്കുക. ഗ്രാജ്വലി നമുക്ക് ഒരു മുട്ടയുടെ മഞ്ഞ മുഴുവനായും കൊടുക്കാം. പതുക്കെ മുട്ടയുടെ വെള്ള കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു 8-9 മാസം ആകുമ്പോഴത്തേക്കും നമുക്കൊരു മുട്ടയുടെ കാൽഭാഗമൊക്കെ കൊടുക്കാം. അതിനുശേഷം 1 വയസ്സ് വരെ ഒരു മുട്ടയുടെ പകുതി കൊടുക്കാം. 1 വയസ്സിന് ശേഷം ഒരു മുട്ട കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. പിന്നെ എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യനാണ്, ഡെയിലി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മുട്ട കൊടുക്കാവോ? യെസ്, തീർച്ചയായും നിങ്ങൾക്ക് ദിവസം ഓരോ മുട്ട വീതം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. 1 വയസ്സിന് ശേഷം ദിവസേന കുഞ്ഞുങ്ങൾക്ക് മുട്ട കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് മുട്ട കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂടാനൊക്കെ വളരെ നല്ലതാണ്. മുട്ടയെ റെഫറൻസ് പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. അതായത് ഈ മുട്ടയിലെ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് 100% ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി കുഞ്ഞുങ്ങൾക്ക് പനിയും ജലദോഷവും ഒക്കെ ഉള്ളപ്പോൾ മുട്ട കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുട്ട കൊടുക്കുമ്പോൾ നമുക്ക് ഓംലെറ്റായും സ്ക്രാമ്പിൾ ചെയ്തും പുഴുങ്ങിയും ഒക്കെ കൊടുക്കാം. പക്ഷേ ഈ ഹാഫ് ബോയിൽ ആയിട്ടുള്ള വാട്ടി കൊടുക്കുന്നതും ബുൾസൈ തുടങ്ങിയ ഫോമുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം കുഞ്ഞുങ്ങൾക്ക് അത് ഫുഡ് പോയ്സൺ ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രായം വരെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ ഹാഫ് ബോയിൽ ആയിട്ടുള്ള മുട്ട കൊടുക്കാതിരിക്കുക.